ദശരഥ പത്നി കൈകേയിയുടെ നിർബന്ധം മൂലം രാമൻ വനവാസത്തിനു പോയി. തന്റെ മകൻ ഭരതനെ രാജാവ് ആക്കണം എന്ന ഉദ്ദേശം ആയിരുന്നു കൈകേയിക്കുണ്ടായിരുന്നത്. എന്നാലോ ഭരതന് സിംഹാസനത്തോട് ഒട്ടും അത്യാർത്തിയില്ലായിരുന്നു. തന്റെ ചേട്ടൻ എന്ന് തിരിച്ചുവരുന്നുവോ അത് വരേക്കും ചേട്ടന്റെ പാദുകങ്ങൾ ആയിരിക്കും ഈ സിംഹാസനത്തിന് അവകാശി എന്നും പറഞ്ഞുകൊണ്ട് രാമന്റെ ചെരുപ്പ് അവിടെ കൊണ്ടുവന്നു വെച്ചു. ഇത് ശരിക്കും കൈകേയിക്കുള്ള മറുപടിയായിരുന്നു. ശത്രുഘ്നനെ രാജ്യഭാരം ഏൽപ്പിച്ച് ഭരതനും വനത്തിലേക്ക് പോയി. അങ്ങനെയിരിക്കെ ഒരിക്കൽ കുറച്ച് നാട്ടുകാർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചു വലിച്ചു കൊട്ടാരസഭയിൽ കൊണ്ടുവന്നു. ശത്രുഘ്നൻ കാര്യം തിരക്കി. അതിന് മറുപടിയായി നാട്ടുകാരിലൊരാള് പറഞ്ഞു തുടങ്ങി, ഇവൾ ഇന്നലെ വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയതാണ്. ഒരു രാത്രി മുഴുവൻ വനത്തിൽ ഒരു യുവാവിനോടൊപ്പം തങ്ങി ഇന്നാണ് തിരികെ എത്തിയത്. ഇത്തരത്തിൽ ഒരുവളെ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. ഇവളെ നാട് കടത്താൻ ഉത്തരവ് ഇടണം. അലറിക്കരയുന്ന അവളുടെ മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ശത്രുഘ്നൻ അവളോട് ഉണ്ടായ കാര്യം പറയാൻ ആവശ്യപ്പെട്ടു. അവള് കണ്ണുനീരോടെ പറഞ്ഞു തുടങ്ങി, ഞാൻ വിറക് ശേഖരിച്ച് മടങ്ങാൻ നേരം നല്ല ഇടിയും മഴയുമായിരുന്നു. ഒരു യുവാവ് ആണ് എനിക്ക് ഒരു രാത്രി താമസിക്കാൻ അഭയം തന്നത്. മോശമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് സത്യം. ശത്രുഘ്നന് കാര്യം മനസ്സിലായി. എങ്കിലും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം നിമിത്തമൊരു വർഷത്തേക്ക് പെൺകുട്ടിയെ നാട് കടത്താൻ ഉത്തരവ് നൽകി. തങ്ങളുടെ മകളെ ഒറ്റക്ക് കാട്ടിൽ അയക്കാനാവില്ലെന്നും തങ്ങളും കൂടെ പോവുകയാണെന്നും അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും സീത തിരികെ എത്തി. ഇതേ നാട്ടുകാർ പ്രതിഷേധം കാട്ടിത്തുടങ്ങി. അവർക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ലായിരുന്നു. എങ്കിലും 4 പേര് ഒത്തുകൂടുന്നിടത്തു ഒക്കെ ഇത് തന്നെ ആയിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഒരു ദിവസം അന്യപുരുഷനൊപ്പം കഴിഞ്ഞ പെൺകുട്ടിയെ നാട് കടത്തിയല്ലോ, പിന്നെ ഇത്രയുനാൾ രാവണനോടൊപ്പം കഴിഞ്ഞിട്ട് വന്ന സീതയെ എന്തുകൊണ്ട് നാട് കടത്തുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ജനങ്ങൾക്ക് ഒരു നിയമം, രാജകുടുംബത്തിന് വേറെ നിയമം എന്നാണോ? എല്ലാ നിയമങ്ങളും രാജകുടുംബത്തിനും ബാധകമാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു. അഭിമാനിയായ സീത പിന്നീട് ഒരിക്കലും തിരികെ വന്നില്ല.